ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷാർജ ഷേക്ക് ഉണ്ടാക്കാനാണ്. ഞങ്ങൾ ഫേക്കും ജംസും ബൂസ്റ്റും എന്നിട്ട് ഐസ്ക്രീമും ജംസും. അപ്പോൾ ഞങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ ഷാർജ ഷേക്ക്. അപ്പോൾ ചൂടുകാലത്ത് ബെസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേ നമ്മൾ എടുത്തേക്കുന്നത് മിക്സിയാണ്. മിക്സിയുടെ ഉള്ളിൽ നമ്മൾ കട്ടിയായിട്ടുള്ള പാലിട്ട് പിന്നെ ഷുഗർ ഇട്ട് പഴം ഇട്ട് നമ്മൾ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിവിടെ പാലാണ് ഇട്ട് കൊടുക്കുന്നത്, അത് ഷുഗറാണ്. അതിനുശേഷം നമ്മൾ ഇതേ ബനാന കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. നമ്മൾ ഇടാൻ പോകുന്ന സാധനം ബൂസ്റ്റാണ്. നമ്മൾ അതിന് ശേഷം ഇതേ ബൂസ്റ്റ് ഇടുന്നുണ്ട്. അനിയന് കുറച്ച് ബൂസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞ് കയ്യിലിട്ട് കൊടുക്കണേ. ഇതൊക്കെയാണ് നൊസ്റ്റാളജി. കഴിച്ചേ. നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ ഐസ്ക്രീം എടുക്കാൻ പോവാം. നമ്മൾ മേടിച്ചത് വാനില ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേ തുറന്നു നോക്കാണ്. ഷേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ അമ്മ ഇതേ ഒഴിച്ച് കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹോട്ടലൊക്കെ കണ്ടല്ലേ, റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇവരിടുന്ന പോലെ ഡിസൈനൊക്കെ ചെയ്താണ് കേട്ടോ അമ്മ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സൈഡിൽ അങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുവാണേ. നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതേ നമ്മൾ ഷേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. അതേ കണ്ട നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ അനിയൻ്റെ അഭിപ്രായം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഒരാൾക്കെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം വേനൽക്കാലമായാലും തണുപ്പ് അത്ര കഴിക്കാൻ പാടില്ലല്ലോ, എന്നാലും പനി പിടിക്കൂലേ, അതുകൊണ്ട്. അപ്പോൾ ഇതേ അമ്മ സിറപ്പ് മുകളിൽ ഐസ്ക്രീമിൽ ഒഴിച്ച് തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ അനിയൻ അവൻ്റെ ഗ്ലാസ് ആണല്ലോ, അപ്പോൾ അവൻ സ്ട്രോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ദേ അതിൻ്റെ ഇടയിൽ അവനൊരു ജെംസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തുള്ളാണ് ഈ കാണുന്നത്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ ഒരാൾക്ക് 4 ജെംസ് വീതം കണ്ട് 5 ജെംസ് വീതം കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ദേ നമ്മൾ ജെംസ് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അനിയന് പിന്നെ ജെംസ് ചോക്ലേറ്റ് അതൊക്കെ കണ്ട പെട്ടെന്ന് തിന്നുന്ന ആളാണല്ലോ. അപ്പോൾ ദേ ജെംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതേ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അനിയൻ്റെ അഭിപ്രായം നോക്കാനാണ് നമ്മൾ പോകുന്നത്. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയുവേ. ദേ നല്ല അടിപൊളിയുണ്ടെന്നുള്ള സൈനാണ് കണ്ണുമ്പോൾ കാണിക്കണേ കേട്ടോ ആള്. ബൈ.